നമസ്കാരം. ചതുരഗിരി, തിരുവണ്ണാമല എന്നീ തിരുസ്ഥലങ്ങൾ പോലെ സിദ്ധന്മാർ സൂക്ഷ്മരൂപത്തിൽ ഇന്നും ജീവിക്കുന്നതും ഈ ക്ഷേത്രം സന്ദർശിച്ചാൽ 1000 ശിവക്ഷേത്രങ്ങൾ സന്ദർശിച്ച ഫലമെന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതുമായ ഒരു മലക്കോവിലിനെ പറ്റി അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിகு സിദ്ധ മഹാലിംഗ സ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ ദിണ്ടുക്കൽ ജില്ലയിൽ നിലക്കോട്ടയ്ക്കരികിൽ എസ് മേട്ടുപ്പെട്ടി എന്ന ഗ്രാമത്തിലെ സിദ്ധർമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശിവഭഗവാൻ, സിദ്ധമഹാലിംഗ സ്വാമി, മല്ലികാർജുനേശ്വരർ എന്നീ നാമങ്ങളിലും അമ്പാൾ, ബാലത്രിപുരസുന്ദരി എന്നിങ്ങനെയും അനുഗ്രഹം ചൊരിയുന്നു. പ്രധാനമായും വിവാഹ തടസ്സം, സന്താന തടസ്സം എന്നിവ മാറാൻ ഭക്തർ വന്നുപോകുന്ന ക്ഷേത്രമാണിത്. സിദ്ധർമല എന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1200 അടി ഉയരത്തിലുള്ള കരടുമുരടായ പാറകളും മരങ്ങളും തിങ്ങി നിറഞ്ഞ മലയാണ്. ഈ മലയ്ക്ക് താഴെക്കൂടി പാമ്പുപോലെ വളഞ്ഞൊഴുകുന്ന വൈഗയാറ് മലമുകളിൽ നിന്ന് നോക്കുമ്പോൾ മനോഹരമായ കാഴ്ചയാണ്. സിദ്ധർമലയിലെ വലിയൊരു പാറയിലാണ് സിദ്ധ മഹാലിംഗ സ്വാമി ക്ഷേത്രം നിലകൊള്ളുന്നത്. ഈ മലയിൽ ആന്തയ മഹർഷി അടക്കമുള്ള 160 സിദ്ധന്മാർ വസിച്ചിരുന്നതായും ഇന്നും ഇവിടെ സൂക്ഷ്മരൂപത്തിൽ സിദ്ധന്മാർ വസിച്ച് സിദ്ധ മഹാലിംഗ സ്വാമിയെ പൂജിക്കുന്നുണ്ടെന്നുമാണ് ഗ്രാമവാസികളുടെ അചഞ്ചലമായ വിശ്വാസം. തിരുവണ്ണാമലയിലേക്ക് പോകുന്ന സിദ്ധന്മാർ ഇവിടെ താമസിച്ച് സിദ്ധമഹാലിംഗ സ്വാമിയെ പൂജിച്ച ശേഷമാണ് യാത്ര തിരിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഈ മലയിൽ ആവണക്ക്, തങ്കമരക്കായ്, വാതഹാരി, ഓമവല്ലി പോലെയുള്ള ഔഷധമൂലികകൾ ധാരാളം ഉള്ളതുകൊണ്ടാണ് സിദ്ധന്മാർ ഇവിടെ വസിച്ചിരുന്നത് എന്നാണ് വിവരങ്ങൾ. ഇത് സാധൂകരിക്കും വിധം മലയിൽ പലയിടത്തും തോർണമലയിലേതുപോലെ സിദ്ധന്മാർ മരുന്ന് തയ്യാറാക്കാൻ ഉപയോഗിച്ചിരുന്ന കുഴികൾ ധാരാളം കാണാം. ഈ പ്രദേശം മുമ്പുകാലത്ത് സിദ്ധർനത്തം എന്നാണ് അറിയപ്പെട്ടിരുന്നതെന്ന് ശിലാഫലകങ്ങളിലുണ്ട്. അതിന് തെളിവായി സിദ്ധർമലയ്ക്കും വൈഗയാറ്റിനും വടക്ക് സിദ്ധർനത്തം എന്ന ഗ്രാമം ഇപ്പോഴുമുണ്ട്. മലയുടെ തെക്കുഭാഗത്ത് 2ാം നൂറ്റാണ്ടിൽ ജൈന സന്യാസികൾ തങ്ങിയിരുന്ന ഗുഹകൾ, കൽക്കിടക്കകൾ, 2000 വർഷം പഴക്കമുള്ള തമിഴ് ബ്രാഹ്മി എഴുത്തുകൾ, ചിത്രങ്ങൾ എന്നിങ്ങനെ ചരിത്രാന്വേഷികൾക്ക് കൗതുകമുണർത്തുന്ന പലതും ഈ മലയിലുണ്ട്. ഇവിടെ സിദ്ധന്മാർ ഭഗവാനെ പൂജിച്ചതിനാൽ ഭഗവാന്റെ നാമം സിദ്ധലിംഗേശ്വരർ എന്നായി മാറി. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ പരിപാലനത്തിലാണ് ഇപ്പോഴീ ക്ഷേത്രം. മധുരയ്ക്ക് ചുറ്റിലുമുള്ള 7 മലകളിൽ ജൈന സന്യാസിമാർ ജീവിച്ചിരുന്നതായി ചരിത്രരേഖകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 2 മലകളിൽ മാത്രമാണ് തമിഴ് ബ്രാഹ്മി എഴുത്തുകൾ കാണപ്പെട്ടിരിക്കുന്നത്. ഒന്ന് സിദ്ധർമലയിലും വേറൊന്ന് മധുര അഴകർകോവിലിനടുത്തുള്ള കിടാരിപ്പട്ടി മലയിലും. ഈ മലയിലുള്ള കർപ്പൂര തീർത്ഥം ജൈനമതസ്ഥരുടെ അഭിപ്രായത്തിൽ സപ്തസാഗരങ്ങളുടെ സംഗമമാണെന്നും ഇത് ഒരു കാലത്തും വറ്റിയിട്ടില്ലെന്നും പഞ്ചകാലത്തിൽ ജനങ്ങൾ ഈ തീർത്ഥത്തിൽ നിന്ന് ജലം വിനിയോഗം ചെയ്തതായും പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. കമ്പളത്ത് നായ്ക്കർ വംശത്തിലെ മല്ലികാർജുന മന്നന്റെ ഭരണത്തിന്റെ കീഴിലായിരുന്നു പണ്ട് ഈ പ്രദേശം. അദ്ദേഹത്തിന്റെ ഗോശാലയിലെ പശുക്കൾ ഈ മലയിലേക്ക് മേയാൻ പോകുന്ന പതിവുണ്ടായിരുന്നു. അതിൽ ഒരു പശു മാത്രം വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ഒഴിഞ്ഞ അകടോടെ വരുന്നത് പരിചാരകർ മന്നന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അതിന് കാരണമറിയാനായി മന്നൻ തന്നെ ഒരു നാൾ പശുക്കളോടൊപ്പം മലയിൽ പോയി. അവിടെ ഒരിടത്തു നിന്ന് പശു തനിയെ പാൽ ചുരുത്തുന്നത് കണ്ട് മന്നൻ കോപത്തോടെ ഒരു വടിയെടുത്ത് പശുവിനെ എറിഞ്ഞു. പശു ഓടിമാറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്വയംഭൂ ശിവലിംഗത്തിലും വടിതട്ടി. അങ്ങനെ മന്നന്റെ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. കാര്യം മനസ്സിലായ രാജാവ് ശിവഭഗവാനെ വിളിച്ച് കരഞ്ഞപേക്ഷിച്ചപ്പോൾ ഭഗവാൻ അശരീരിയായി കോവിൽ നിർമ്മിക്കാൻ ഉത്തരവിട്ടു. അങ്ങനെ മന്നൻ കോവിൽ നിർമ്മിക്കുകയും മന്നന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുകയും ചെയ്തു. ആ സ്വയംഭൂ ശിവലിംഗത്തിന് മല്ലികാർജുന ലിംഗം എന്നൊരു നാമവുമുണ്ട്. മലയടിവാരത്തുള്ള കറുപ്പസ്വാമി കോവിലിൽ പ്രാർത്ഥിച്ചാണ് ഭക്തർ മല കയറുന്നത്. ഭക്തർക്ക് വാഹനങ്ങൾ അടിവാരത്തിൽ പാർക്ക് ചെയ്യാൻ സ്ഥലങ്ങളുണ്ട്. മലമുകളിലെ ക്ഷേത്രത്തിലേക്ക് കയറുവാൻ മേട്ടുപ്പെട്ടി വഴിയും കല്യാണിപ്പട്ടി വഴിയും സൗകര്യമുണ്ട്. കല്യാണിപ്പട്ടി വഴിയിൽ പണ്ടുകാലത്ത് നിർമ്മിച്ചിട്ടുള്ള ജീർണിച്ച പടികളും കരടുമുരടായ പാതയുമാണ്. വിനായകരെ പ്രാർത്ഥിച്ച ശേഷം എസ് മേട്ടുപ്പെട്ടി വഴി ക്ഷേത്രത്തിലേക്ക് കയറുവാൻ ഏകദേശം 1200 പടികളുണ്ട്. ഈ പടികൾ നിർമ്മിച്ചിട്ട് കുറച്ചു വർഷം മാത്രമേ ആയിട്ടുള്ളൂ. പടികൾക്കിടയിൽ ഭക്തർക്ക് വിശ്രമിക്കാൻ 12 മണ്ഡപങ്ങളുമുണ്ട്. മുകളിലുള്ള വിശാലമായ പാറയിലാണ് സിദ്ധ മഹാലിംഗ സ്വാമി ക്ഷേത്രം. ഏകദേശം 1000 വർഷത്തോളം പഴക്കം കണക്കാക്കപ്പെടുന്ന പടിഞ്ഞാറ് ദർശനമായ രാജഗോപുരമില്ലാത്ത ഈ ചെറിയ ക്ഷേത്രം വിജയനഗര സാമ്രാജ്യകാലത്ത് പുനർനിർമ്മാണം ചെയ്തിരിക്കാമെന്നാണ് അനുമാനിക്കുന്നത്. ക്ഷേത്രം ചെറുതാണെങ്കിലും ഈ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി അത്ര ചെറുതല്ല. 2003 മാർച്ച് മാസത്തിലാണ് ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടന്നത്. ക്ഷേത്രത്തിന്റെ പ്രധാന സന്നിധിയിൽ ശ്രീ പരമേശ്വരൻ സ്വയംഭൂ ശിവലിംഗ തിരുമേനിയായി പടിഞ്ഞാറ് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. ആവുടെ എന്ന് പറയപ്പെടുന്ന ശിവലിംഗ പീഠം വലതുഭാഗത്തേക്കാണ്. ഇന്നും ഇവിടെ ഈ ശിവലിംഗത്തിന് പിന്നിൽ ഇരുന്നുകൊണ്ട് സദാസമയം സിദ്ധന്മാർ സൂക്ഷ്മരൂപത്തിൽ ഭഗവാനെ പൂജിക്കുന്നു എന്നാണ് വിശ്വാസം. സ്വയംഭൂവായ ഈ ശിവലിംഗത്തിന്റെ പ്രായം കണക്കാക്കുക അസാധ്യം. വിവാഹ സന്താന തടസ്സങ്ങൾ മാറാൻ ഭക്തർ മൺചോറ് കഴിക്കുന്ന സമ്പ്രദായം ഇവിടെയുണ്ട്. ഇവിടെ പ്രാർത്ഥിച്ചു പോകുന്നവർക്ക് വേഗം ഫലസിദ്ധി എന്നതും പ്രസിദ്ധമാണ്. പ്രധാന സന്നിധിക്ക് മുന്നിലുള്ള മണ്ഡപത്തിൽ ഇരുവശത്തുമായി വിനായകരും ശ്രീമുരുകനും അടുത്തായി ദേവി ബാല ത്രിപുരസുന്ദരിയും കുടികൊള്ളുന്നു. ഈ ക്ഷേത്രം ഒരു പ്രാവശ്യം സന്ദർശിച്ച് പ്രാർത്ഥിച്ചാൽ 1000 ശിവക്ഷേത്രങ്ങൾ സന്ദർശിച്ച ഫലമാണെന്നാണ് പറയുന്നത്. ക്ഷേത്രവൃക്ഷം വില്ലുവും ക്ഷേത്രതീർത്ഥം കർപ്പൂര തീർത്ഥവുമാണ്.
സിദ്ധർമലയുടെ വേറൊരു ഭാഗത്ത് നന്ദികേശന്റെ വലിയൊരു ചിത്രം പാറയിൽ ചെതുക്കിയിരിക്കുന്നു. സിദ്ധർമലയുടെ ഒരു ഭാഗത്ത് വലിയ മരം വെട്ടിയിട്ട് കിടക്കുന്നത് പോലെ നീളമുള്ളൊരു പാറയുണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ പാറയിൽ ചെതുക്കിയ പടികളും ഇടയ്ക്ക് മാത്രം ഭക്തർക്ക് സൗകര്യത്തിനായി കൊണ്ടരങ്കി മലയിലേതുപോലെ കമ്പികളും പിടിപ്പിച്ചിട്ടുണ്ട്. ആ വലിയ പാറയുടെ അടിയിൽ നീണ്ടുകിടക്കുന്ന ഗുഹയാണ്. ഗുഹയ്ക്കുള്ളിൽ ഒരു ഭാഗത്ത് ദൂരം ഗണിക്കാനാവാത്ത വിധം തുരങ്കം പോലെ ചെറിയ വഴി നീണ്ടുകിടക്കുകയാണ്. മഴക്കാലത്ത് ഈ ഗുഹയ്ക്കുള്ളിൽ വെള്ളമുണ്ടാവും. സിദ്ധന്മാർ ഈ തുരങ്കം വഴി പാമ്പിന്റെ രൂപത്തിൽ പലയിടത്തേക്കും സഞ്ചരിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഗുഹയിൽ ജൈനമതസ്ഥർ ഉപയോഗിച്ചതായി പറയുന്ന പാറയിൽ ചെതുക്കിയ കൽക്കിടക്കകളുണ്ട്. അതിൽ തലയണയുടെ ഭാഗത്ത് തമിഴ് ബ്രാഹ്മി എഴുത്തുകൾ വ്യക്തമായി കാണാം. ഗുഹയ്ക്കുള്ളിൽ കാലപ്പഴക്കം മനസ്സിലാവാത്ത തരം ചിത്രങ്ങളുണ്ട്. ഗുഹയ്ക്ക് മുൻവശത്തായി ഭക്തർ രാമർപാദം എന്ന് വിളിക്കുന്ന 2 കാൽപ്പാടുകളുമുണ്ട്. ഈ ഗുഹ വനവാസക്കാലത്ത് പഞ്ചപാണ്ഡവന്മാർ ഉപയോഗിച്ച ഐതിഹ്യത്തിനാൽ ഈ ഗുഹയ്ക്ക് പഞ്ചപാണ്ഡവ ഗുഹ എന്നും നാമമുണ്ട്. മലയുടെ വേറൊരു ഭാഗത്തായി കാർത്തിക ദീപം തെളിയിക്കാനും സംവിധാനമുണ്ട്. ഗുഹ കണ്ട ശേഷം കല്യാണിപ്പട്ടി വഴിയിലൂടെ തിരിച്ചിറങ്ങുന്ന ഭക്തരുമുണ്ട്. ഒരു കാല പൂജയാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. അമാവാസി, പ്രദോഷം, തൃക്കാർത്തിക, പുരട്ടാസി മാസം ശനിയാഴ്ചകൾ, മാസം തോറുമുള്ള ശിവരാത്രികൾ ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ടത്. മാസ ശിവരാത്രികളിൽ ക്ഷേത്രത്തിൽ അന്നദാനവും നടക്കുന്നു. പൂജാ സമയം രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ ദിണ്ടുക്കല്ലിൽ നിന്ന് 40 കിലോമീറ്റർ, മധുരയിൽ നിന്ന് 60 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ദിണ്ടുക്കൽ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.